തൊഴിലന്വേഷിക്കുന്ന യുവതീ യുവാക്കൾക്ക് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനും പരിശീലനം നേടുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കിയ കണക്ട് ടു വർക്ക്. എന്താണ് ഈ പദ്ധതിയെന്നും ആർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നതെന്നും നോക്കാം. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ പരിശീലനം നടക്കുന്നവർക്കും കൈത്താങ്ങാകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ഇതിലൂടെ ധനസഹായം ലഭിക്കുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18നും 30നും ഇടയിലാണ്. അതുപോലെ കേരളത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത +2, ITI, ഡിപ്ലോമ, ബിരുദം എന്നിവയിൽ ഒന്ന് പാസ്സായിരിക്കണം. പിന്നെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അതുപോലെ PSC, UPSC, ബാങ്ക്, റെയിൽവേ തുടങ്ങിയ മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്നവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. അംഗീകൃത സ്ഥാപനങ്ങളിൽ തൊഴിൽ നൈപുണ്യം പരിശീലനം നടത്തുന്നവർക്കും ഇതിൽ അപേക്ഷിക്കാവുന്നതാണ്. നിലവിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, നീറ്റ് തുടങ്ങിയ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ തയ്യാറെടുക്കുന്നവർ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ കഴിയില്ല. നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് വകുപ്പിൻ്റെ പോർട്ടൽ വഴിയാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത്. ememployment.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിനുള്ള അപേക്ഷ നൽകുന്നത്. ഇതിനാവശ്യമായ രേഖകൾ SSLC സർട്ടിഫിക്കറ്റ്, ആധാർ, വോട്ടർ ID, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പരീക്ഷാ അപേക്ഷയുടെ പകർപ്പ്. ഇതിനുള്ള അപേക്ഷ ഓൺലൈനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ememployment.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചീഫ് മിനിസ്റ്റർ കണക്ട് ടു വർക്ക് സ്കീം എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ അപ്ലൈ നൗ എന്നത് കൊടുക്കുക. ഇവിടെ ഈ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാണാം. നിങ്ങൾക്കിത് വായിച്ചു നോക്കാവുന്നതാണ്. അതിന് താഴെയായി പ്രൊസീഡ് എന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്നതിനായി എന്തെല്ലാം രേഖകളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് വ്യക്തമായി ഇവിടെ കാണിക്കുന്നുണ്ട്. ആവശ്യമായ രേഖകളിലെല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ രീതിയിലുള്ള പകർപ്പുകൾ വേണം. അപേക്ഷകൻ്റെ ഫോട്ടോയും ഒപ്പും ഒഴികെ ബാക്കി എല്ലാ രേഖകളും PDF രൂപത്തിലായിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫയലുകളുടെ പരമാവധി സൈസ് എന്ന് പറയുന്നത് 100 KB ആയിരിക്കണം. എന്തെല്ലാം രേഖകളാണ് ഇതിന് വേണ്ടത് എന്ന് നോക്കാം. മേൽവിലാസവും ജനനത്തീയതിയും തെളിയിക്കുന്ന രേഖ, അതുപോലെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, ഇത് 5 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതോടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്, അപേക്ഷാ സ്ലിപ്പ്. ഇത് PSC, UPSC, SSC തുടങ്ങിയ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ളതാണ്. പിന്നെ വേണ്ടത് സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്. ഈ ഒരു ഫോം ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ഒതൻറ്റിക്കേഷൻ ലെറ്ററാണ്. ഇത് ആവശ്യമായി വരുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്നവർക്കാണ്. സ്ഥാപന മേധാവിയിൽ നിന്നാണ് ഈ ലെറ്റർ ലഭിക്കുന്നത്. ഇതിൻ്റെ ഫോം താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ബാങ്ക് ഡീറ്റെയിൽ ആണ്. ഇത് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജാണ് വേണ്ടത്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപേക്ഷകൻ്റെ ഒപ്പുമാണ് വേണ്ടത്. ഇത് JPG ഫോർമാറ്റിലായിരിക്കണം. മാക്സിമം സൈസ് 100 KB ആണ് വരുന്നത്. ഇതൊക്കെയാണ് അപേക്ഷയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സായി വരുന്നത്. ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ടു അപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ആ നമ്പർ ഇവിടെ കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലാത്തവരാണെങ്കിൽ പ്രൊസീഡ് ടു ന്യൂ അപ്ലിക്കൻ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് അപ്ലിക്കൻ്റെ നെയിം ആധാറിലുള്ളതുപോലെ ആയിരിക്കണം. ഗാർഡിയൻ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ആനുവൽ ഇൻകം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് ക്വാളിഫിക്കേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ഏത് തരം സ്കോളർഷിപ്പിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ്. ഇതിൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എന്ന് കാണാം. ഇത് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിന് ട്രെയിനിങ് ചെയ്യുന്നവർക്കുള്ളതാണ്. അടുത്തത് കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് ആണ്. ഇത് PSC, UPSC, ബാങ്ക്, റെയിൽവേ ഇതുപോലുള്ള എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ളതാണ്. ഇതിലേതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അഡ്രസ് ഡീറ്റെയിലും ബാങ്ക് ഡീറ്റെയിലും കൊടുത്ത ശേഷം താഴെ കാണുന്ന ബോക്സ് ടിക്ക് ചെയ്ത് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പ്രോസസ്സ് ഡോക്യുമെൻ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് നിങ്ങൾ ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിലിൻ്റെയും പ്രിവ്യൂ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ ഡീറ്റെയിലും കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൺഫേം ടു ആപ്ലിക്കേഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിനായി മുകളിൽ കാണുന്ന 3 ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായി ചീഫ് മിനിസ്റ്റർ കണക്ട് ടു വർക്ക് സ്കീം എന്ന് കാണാം. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന് താഴെയായി നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്.